വിളയൂരിൽ ഭിന്നശേഷി സൗഹാർദ്ദ അങ്കണവാടി കെട്ടിടം തുറന്നുകൊടുത്തു. മന്ത്രി ആർ ബിന്ദു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 27 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിലവിൽ പ്രവർത്തിച്ചിരുന്ന വിളയൂർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെയും പുതുതായി ആരംഭിക്കുന്ന വിഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്പെഷ്യൽ അംഗൻവാടി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചത്. 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യമായുള്ള പ്രത്യേക പരിചരണം, പ്രീ സ്കൂൾ, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, രക്ഷിതാക്കൾക്കായുള്ള കൗൺസിലിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹാർദ്ദ കെട്ടിടങ്ങളാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. അവർക്ക് സ്വയം പര്യാപ്തമായ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭിന്നശേഷി സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനായി സർക്കാരും സമൂഹവും സുമനസ്സുകളായ വ്യക്തികളും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കുന്നു ഈ കാലത്ത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഭിന്നശേഷിക്കാരെ കുറിച്ചുള്ള സമൂഹത്തിന്റെ അവബോധത്തിൽ വളരെയേറെ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. തടസ്സരഹിതമായ ജീവിതം അവർക്ക് ഉറപ്പാക്കുന്നതിനാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, തിയേറ്ററുകൾ, ലൈബ്രറികൾ, എല്ലാ പൊതു ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമാകണം എന്ന് തീരുമാനമെടുക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. പുതുതായി നിർമ്മിക്കുന്ന എല്ലാ പൊതു കെട്ടിടങ്ങളും അത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി തന്നെ വേണം എന്നുള്ളത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒന്നാണ്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് KP നൌഫൽ, CDS സൂപ്പർവൈസർ ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A ഷാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, ഷംലത്ത്, AK ഉണ്ണികൃഷ്ണൻ, രാജി മണികണ്ഠൻ, ഡോക്ടർ പ്രേംന മനോജ് ശങ്കർ, ശുഭ, സമീർ മച്ചിങ്ങൽ, ജംബ്ലം റാണി, KA ബിന്ദു, AM നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.